വെള്ളാപ്പള്ളി നടേശനെ UDF ആക്രമിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടിയെന്ന് BJP. ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുന്ന പ്രയോഗങ്ങളാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് BJP സംസ്ഥാന സെക്രട്ടറി BV രാജേഷ്. കേരള പൊതുസമൂഹം വെള്ളാപ്പള്ളി നടേശനൊപ്പം ഉണ്ടാകുമെന്നും BV രാജേഷ് ജനം ടിവിയോട് പറഞ്ഞു. വിവരങ്ങളുമായി ശാലിനിയുണ്ട്. ശാലിനി, കോൺഗ്രസിലും ഇടതുപക്ഷത്തും ഒക്കെ തന്നെ ഇപ്പോൾ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. കാരണം വെള്ളാപ്പള്ളിയെ കൊള്ളണമോ തള്ളണമോ എന്ന കാര്യത്തിലാണ് അവർക്ക് ആശങ്ക. എന്തായാലും BJP ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളി നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല, ഒപ്പം പൊതുസമൂഹവും അദ്ദേഹത്തിനൊപ്പമാണ് എന്നുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് BV രാജേഷിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്? രാഖി, ഗുഡ് മോർണിംഗ്, നമസ്തേ. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളാപ്പള്ളിയെ കൊള്ളണമോ അതോ തള്ളണമോ എന്നുള്ളൊരു ആശയക്കുഴപ്പം കുറേ നാളുകളായി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഉണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുമ്പോൾ അത് ചില പരാമർശങ്ങളും പ്രതികരണങ്ങളും ഒക്കെയായി ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് ചില സത്യങ്ങൾ അല്ലെങ്കിൽ ചില നഗ്നമായ കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം അത് കഴിഞ്ഞ ദിവസം നടന്നൊരു പരിപാടിക്കിടെയാണ് അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. പരാമർശം ഇത്തരത്തിലാണ്: ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഈ മുസ്ലിം ലീഗിന് മുന്നിൽ മുട്ടിലെഴിയുകയാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. അത് പല കാര്യങ്ങളിലും നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ സ്കൂൾ സമയം മാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ മുസ്ലിം ലീഗും ലീഗിന്റെ ചില നേതാക്കന്മാരും എടുത്ത നിലപാടുകൾ, അതിനെ മയപ്പെടുത്താൻ CPMന്റെ ചില നേതാക്കന്മാർ എടുത്തിട്ടുള്ള ചർച്ചകളും മറ്റ് നടപടികളും, കൂടാതെ തന്നെയാണ് ഈ 5ാം മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ മുൻപിലേക്ക് മുസ്ലിം ലീഗൊക്കെ വലിയ രീതിയിലുള്ള ബാർഗെയിനിങ് നടത്തുമ്പോൾ അവിടെയൊന്നും പ്രതികരിക്കാത്ത പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ചില പ്രതികരണങ്ങൾ കഴിഞ്ഞ മണിക്കൂറിൽ നടത്തിയിരുന്നു. ഇതിനെയൊക്കെ തിരിച്ചടിച്ചുകൊണ്ടാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള VV രാജേഷ് ഇപ്പോൾ തുറന്നടിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ്: ഒരു വർഗീയ പരാമർശം ഒന്നുമല്ല അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായൊരു നഗ്നസത്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞതാണ്. ആ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശനെ ഒറ്റപ്പെടുത്താൻ ഇടതുപക്ഷമോ വലതുപക്ഷമോ ശ്രമിക്കേണ്ട എന്നൊരു കാര്യമാണ് VV രാജേഷ് പറഞ്ഞു വെക്കുന്നത്. കൂടാതെ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുകയാണെങ്കിൽ, അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇടതിൻ്റെയും വലതിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ജനാധിപത്യ വിശ്വാസികളായ BJP പ്രവർത്തകർ വെള്ളാപ്പള്ളി നടേശനൊപ്പം നിൽക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് മുന്നിൽ കണ്ടാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയെ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ ഒരു വിവാദ പ്രസ്താവന ഉണ്ടാക്കി അദ്ദേഹത്തിനെ താറടിക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് VV രാജേഷ് പറയുന്നത്. നമുക്കറിയാം, ഇനി 3 മാസം തികച്ചില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്. ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ആൾക്കാരെ ലക്ഷ്യം വെച്ചും, ഒപ്പം തന്നെ അത്തരം വോട്ടുകൾ തങ്ങളുടെ ബാങ്കിലേക്ക് എത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുമൊക്കെയാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് എന്നുള്ള രൂക്ഷ വിമർശനമാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ ലീഗ് 5ാം മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടപ്പോൾ മിണ്ടാതിരുന്നൊരു പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടിരുന്നു. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടക്കം ആ ഒരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചപ്പോൾ അന്ന് പ്രതികരിക്കാതിരുന്ന പ്രതിപക്ഷ നേതാവ് എന്തിനാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകുമെന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ ഇല്ലാതാക്കാൻ കഴിയും എന്നാരും വിചാരിക്കേണ്ട. അദ്ദേഹത്തിനൊപ്പം ജനാധിപത്യ വിശ്വാസികളും BJPയും ഒപ്പം ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ മണിക്കൂറിൽ ഏറെ ചർച്ചയായ, ഏറെ വിവാദമായിട്ടുള്ള ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങളും ചർച്ചകളും ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ഓരോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായി പാർട്ടിക്കാർ രംഗത്തെത്തുന്നത് സാധാരണയാണ്. ആ എത്തുന്ന പ്രതികരണങ്ങളെ രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താനും ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രീണനം നടത്താനും ഇടത് വലത് മുന്നണികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും അതുതന്നെയാണ് ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ആ ഒരു പ്രതികരണത്തിൽ നിന്നും ഇടത് വലത് മുന്നണികൾ നേടാൻ പോകുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നേട്ടം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അതേ നാണയത്തിൽ തന്നെ BJP തിരിച്ചടിക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊപ്പം നിലകൊള്ളുമെന്ന് ആവർത്തിക്കുകയും ചെയ്യുകയാണ് BJP ഈ ഘട്ടത്തിൽ. രാഖി, താലി പറഞ്ഞത് തന്നെയാണ്, ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷത്തെ അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്ക് മുന്നിൽ കാണാതെ നിവൃത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. PRP കുറുപ്പ് എന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഈ വിഷയത്തിൽ 100% വെള്ളാപ്പള്ളിക്കൊപ്പമാണ്. സത്യങ്ങൾ തുറന്നു പറയുന്നവരെ വർഗീയത പറയുക അല്ലെങ്കിൽ വർഗീയവാദി എന്ന് മുദ്രകുത്തുക CPMന്റെയും കോൺഗ്രസിന്റെയും ഒരു ആചാരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. സമീപകാല സംഭവങ്ങൾ പലതും ആ ഒരു വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും പൊതുസമൂഹം ഇക്കാര്യം തുറന്നു പറയാനും മടിക്കാത്തത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ UDF ആക്രമിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടിയെന്ന കാര്യം തന്നെയാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുന്ന പ്രയോഗങ്ങളാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒപ്പം തന്നെ കേരള സമൂഹം വെള്ളാപ്പള്ളി
ക്കൊപ്പം ഉണ്ട് എന്ന കാര്യവും വി രാജേഷ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.